ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് വരാനിരിക്കുന്ന CGL, CHSL, MTS പോലുള്ള സ്റ്റെനോഗ്രാഫറിൻ്റെ പോലുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ടൈമും അതേപോലെ എക്സാമിൻ്റെ ടൈമും എക്സാം ഡേറ്റുകളും ഒക്കെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് OTR വൺ ടൈം രജിസ്ട്രേഷനെ സംബന്ധിച്ച് SSC റിലീസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെ സംബന്ധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. ഒന്നാമത് നമുക്ക് ഡേറ്റ്സിലേക്ക് പോകാം. SSC റിലീസ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് SSC റിലീസ് ചെയ്തിട്ടുള്ള കലണ്ടർ പ്രകാരം റിവൈസ്ഡ് കലണ്ടറാണ്. ആ റിവൈസ്ഡ് കലണ്ടർ പ്രകാരം CGL എക്സാമിനേഷൻ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ജൂൺ മാസം 9 തൊട്ട് ജൂലൈ മാസം 4 വരെയാണ്. എക്സാമിനേഷൻ നടക്കുക എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 തൊട്ട് 30 വരെയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് എന്ത് നടക്കുക, എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ ഈ 9th ജൂൺ തൊട്ട് 4th ജൂലൈ വരെയുള്ള പീരീഡിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് SSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ CGL. അതേപോലെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെയും നോട്ടിഫിക്കേഷൻ്റെ പീരീഡ് എപ്പോഴാണെന്ന് നമുക്ക് ടെൻറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ടൈം പീരീഡ് കാണാം. ജൂൺ മാസം 23 മുതൽ ജൂലൈ മാസം 18 വരെയാണ് ഈ പറഞ്ഞ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. എക്സാമിനേഷൻ ടൈം എന്ന ഡേറ്റ് എന്ന് പറയുന്നത് 8 സെപ്റ്റംബർ തൊട്ട് 18 സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലായിരിക്കും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഈ പറഞ്ഞ റിവൈസ്ഡ് കലണ്ടർ പ്രകാരം ഉണ്ടാവുക. പിന്നെ അതേപോലെ മനസ്സിലാക്കി വെക്കേണ്ട മൾട്ടി ടാസ്കിങ് MTS ബേസിക് ആയിട്ടുള്ള 3 എക്സാമിനേഷൻസിൻ്റെ ഡേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ MTSൻ്റെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ജൂൺ മാസം 26 മുതൽ ജൂലൈ മാസം 24 വരെയാണ്. അപ്പോൾ ഈ ഒരു പീരീഡിനിടയ്ക്കായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എക്സാമിനേഷൻ പീരീഡ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. സെപ്റ്റംബർ മാസത്തിൽ 20 സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പിന്നെ 24 ഒക്ടോബർ വരെ, ഒക്ടോബർ മാസം 24 വരെ ആയിരിക്കും ഈ പറഞ്ഞ എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയാം. അപ്പോൾ ഇതാണ് ടൈം, എപ്പോഴൊക്കെയാണ് ഈ എക്സാം നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിനു മുമ്പ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. വൺ ടൈം രജിസ്ട്രേഷൻ, പുതുതായിട്ട് SSC അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തവർക്കറിയാം, SSC അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വൺ ടൈം രജിസ്ട്രേഷൻ OTR ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ OTR ചെയ്യുമ്പോൾ ഈ തവണ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ചെറിയൊരു മാറ്റമുണ്ട്. ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റമാണ്. ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള OTR ആണ് ഇത്തവണ നടക്കുക. ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ആണ് നടക്കുക. അതിൻ്റെ ടൈം പീരീഡും ഈ പറഞ്ഞ SSC റിലീസ് ചെയ്തിട്ടുണ്ട്. SSC പുതിയ അപ്ഡേറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ടൈം പീരീഡ് എന്ന് പറയുന്നത് ജൂൺ 2 തൊട്ടാണ്. ജൂൺ 2 ശേഷം നടത്തുന്ന വൺ ടൈം രജിസ്ട്രേഷൻസ് ഒക്കെ, നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുക. അപ്പോൾ ജൂൺ 2 ശേഷം നടക്കുന്ന വൺ ടൈം രജിസ്ട്രേഷൻസ് ഒക്കെ എന്തായിരിക്കും, ആധാർ ലിങ്ക്ഡ് ആയിരിക്കും. ആധാറിലെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ പറഞ്ഞ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള OTR ആയിരിക്കും ഈ പറഞ്ഞ ജൂൺ 2 ശേഷം ഉണ്ടാവുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് OTR ചെയ്തിട്ടുള്ളവർ മെയ് മാസം 31 മുമ്പ് എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രെഡൻഷ്യൽസിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മെയ് മാസം 31 മുമ്പ് എഡിറ്റ് ചെയ്യണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുക. അപ്പം ഇനി വരുന്ന OTR എല്ലാം തന്നെ ആധാർ ലിങ്ക്ഡ് ആയിരിക്കും. ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് OTR വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ക്രെഡൻഷ്യൽസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ, ഉദാഹരണം കാറ്റഗറിയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ മെയ് മാസം 31 മുമ്പ് മാക്സിമം ചെയ്യുക. ആ ഒരു ടൈം പീരീഡാണ്, ആ ഒരു ടൈം ലിമിറ്റാണ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുക. ഓക്കെ, താങ്ക് യു.